മുൻ മുഖ്യമന്ത്രി വി.എസ്. അച്യുതാനന്ദൻ അന്ത്യവിശ്രമം കൊള്ളുന്ന വലിയ ചുടുകാട്ടിലേക്ക് ഇന്നും നിരവധി പ്രവർത്തകർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വി.എസിന്റെ മക്കളും പേരക്കുട്ടികളും വലിയ ചുടുകാട്ടിൽ ഇന്ന് എത്തുകയും ചെയ്തു. വി അരുൺ ആണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. അരുൺ, ഒരുപക്ഷെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലെ നിരവധിയായ ആളുകൾ അന്ത്യവിശ്രമം കൊള്ളുന്ന ഇടമാണ്. അവിടേക്കാണ് വി.എസിൻ്റെയും ഭൗതിക ശരീരം ഇന്നലെ എത്തിച്ചത്. അപ്പോഴും വി.എസ്. എന്നൊരു വികാരം, ആ വികാരത്തിൽ നിന്ന് മുക്തമല്ലല്ലോ ഇപ്പോഴും രാഷ്ട്രീയ കേരളം. എങ്ങനെയാണ് ആളുകൾ അവിടേക്ക് എത്തുന്നത്? എന്താണ് മറ്റു വിവരങ്ങൾ? സമാനതകളില്ലാത്ത യാത്രയപ്പാണ് അഭിലാഷ് ഇന്നലെ വി.എസ്. അച്യുതാനന്ദന് കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിക്ക് കേരളം നൽകിയത്. ഈ ആലപ്പുഴ നമ്മൾ കണ്ടതാണ്. ഈ ഭാഗത്തൊക്കെ ആരും കടന്നു വരരുതെന്ന് പറഞ്ഞുകൊണ്ട് പാർട്ടി പ്രവർത്തകരും പോലീസും ഒക്കെ ഇവിടെ ബാരിക്കേഡുകൾ തീർത്തിരുന്നു. ഇവിടേക്ക് ആരെയും കടത്തിവിടില്ല. പക്ഷേ അതെല്ലാം മാറ്റിക്കൊണ്ട് ആളുകൾ അക്ഷരാർത്ഥത്തിൽ ഇവിടേക്ക് ഇടിച്ചു കയറുകയായിരുന്നു വി.എസിനെ കാണാൻ, തങ്ങളുടെ പ്രിയ നേതാവിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ. ഇപ്പോഴും ആളുകൾ ഇവിടെ വന്നു. ഇന്ന് രാവിലെ മുതൽ ഇവിടേക്ക് ആളുകൾ വരുന്നുണ്ട്. വി.എസിന്റെ കുടുംബാംഗങ്ങൾ അരുൺകുമാറും ഡോക്ടർ ആശയും ഒക്കെ ഇന്ന് രാവിലെ ഇവിടെ എത്തിയിരുന്നു. CPM പ്രവർത്തകരുണ്ട്, നേതാക്കളുണ്ട്. CPMന്റെ ജില്ലാ സെക്രട്ടറി, സംസ്ഥാന സമിതി അംഗം R. നാസർ അടക്കമുള്ളവർ ഇവിടെയുണ്ട്. ശരിക്കും ഈ ആളുകൾക്ക് വി.എസിനോടുള്ള ഒരു സ്നേഹം എങ്ങനെയാണ് നിങ്ങൾക്കത്? നേരത്തെ ഒരുപാട് യാത്രയപ്പുകൾ, ഇത്തരത്തിലുള്ള വിലാപയാത്രകളും അതുപോലെ തന്നെ നേതാക്കളുടെ മരണമൊക്കെ കണ്ടിട്ടുണ്ടാകാം. പക്ഷെ വി.എസിനോടൊരു പ്രത്യേക ഇഷ്ടം ആളുകൾ കാണിച്ചില്ലേ? വി.എസ്. ഈ കേരളത്തിലെ ജനങ്ങളുടെ ഹൃദയത്തിൽ കയറിയ നേതാവാണ്. അദ്ദേഹം നഷ്ടപ്പെട്ടപ്പോൾ അവർക്കുണ്ടായ വേദന വലുതാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ജനങ്ങൾ ഇങ്ങോട്ട് ഒഴുകിയെത്തുകയായിരുന്നു. ജനങ്ങൾക്ക് വന്നവർക്കെല്ലാം സഖാവ് വി.എസിന്റെ മൃതശരീരം, ഭൗതിക ശരീരം കാണുന്നതിനും ഒക്കെയുള്ള സൗകര്യങ്ങൾ നമ്മൾ ഒരുക്കി കൊടുത്തിട്ടുണ്ട്. എന്നിരുന്നാലും ഇപ്പോഴും ആൾക്കാർ ഇങ്ങനെ ഈ ചുടുകാട്ടിലേക്ക് വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇതിപ്പം ഒരാഴ്ചക്കാലം ഇവിടെ ഇത് ഇങ്ങനെ സൂക്ഷിക്കുന്നുണ്ട്, ആൾക്കാർക്ക് വരാനും കാണാനും വേണ്ടി. ഇങ്ങനെ തന്നെ ഈ ചിത ചാരം ഉൾപ്പെടെയുള്ള ഇവിടെ സൂക്ഷിക്കുകയാണ് ഒരാഴ്ചയെങ്കിലും അല്ലേ? ഒരാഴ്ച ഇവിടെ ഇതുണ്ടാകും. അതിനുശേഷം മാറ്റി. അത് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇവിടെ ഒരു സ്മാരകം അടക്കമുള്ള കാര്യങ്ങൾ? പാർട്ടി സ്റ്റേറ്റ് കമ്മിറ്റിയായിട്ട് ആലോചിച്ചതിന് ശേഷം ബാക്കിയുള്ള വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ തുടങ്ങുന്ന കാലം മുതൽ തന്നെ ഈ ആലപ്പുഴ ജില്ലയിലെ സംസ്ഥാനത്തേക്ക് ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ്. ആലപ്പുഴ ജില്ലക്കാരൻ എന്ന നിലയ്ക്ക് ആ കാലം മുതൽ തന്നെയുള്ള ഒരു ബന്ധം കാണും. അങ്ങനെ ഒരു വ്യക്തിപരമായ ഒരു ബന്ധം വി.എസുമായിട്ടുള്ളത് അതെങ്ങനെയാണ് ഓർത്തെടുക്കുന്നത്? ഞാൻ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിൽ വരുമ്പോൾ ഈ ജില്ലയിലെയും സംസ്ഥാനത്തെയും പ്രിയപ്പെട്ട കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്നു സഖാവ് വി.എസ്. ആണ് ഞങ്ങളെപ്പോലുള്ള ഒരുപാട് പേരെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നേതൃത്വമായി പങ്കുവച്ചത്. ഞങ്ങളൊക്കെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നപ്പോൾ മറ്റ് പല ജോലികളിലേക്കും പോകണം എന്നൊക്കെയുള്ള ആഗ്രഹവുമായിട്ട് വന്നവരായിരുന്നു. എന്നാൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തോടുള്ള ഞങ്ങളുടെ പ്രതിബദ്ധത സഖാവ് വി.എസിനെ പോലുള്ളവരുടെ ഇടപെടേണ്ട ഭാഗമായിട്ടാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെയാണ് മറ്റ് ഒരു ജോലിക്കും പോകാതെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്ത് ഞങ്ങൾ ഉറച്ചു നിന്നു. ഞങ്ങളുടെ SFIയിലും DYFIയിലും ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തിലേക്കും CPMന്റെ ഉന്നതയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ വളരെ പ്രധാനപ്പെട്ട പങ്കുവഹിച്ച ഞങ്ങളുടെ നേതാവായിരുന്നു സഖാവ് വി.എസ്. വി.എസിന്റെ പ്രവർത്തനവും വി.എസിന്റെ സമീപനവും വി.എസിന്റെ ഇടപെടലുകളും എല്ലാം ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളിലും ആവേശമായിരുന്നു. വി.എസ്. ആയിരുന്നു ഞങ്ങളുടെ മാതൃകാപരമായി ഞങ്ങളുടെ പ്രവർത്തനത്തിൽ. വ്യക്തിപരമായി എന്നെ സംബന്ധിച്ചാണെങ്കിൽ എൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും എല്ലാ രൂപത്തിലും എന്നെ സഹായിച്ച നേതാവായിരുന്നു. എൻ്റെ വിവാഹം ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സഹാക്കളുടെ വിവാഹം എന്ന രൂപത്തിലേക്ക് വി.എസ്. തന്നെ വന്നുകൊണ്ടാണ് എന്നെ വിവാഹം നടത്തുന്നത്. അങ്ങനെ എല്ലാ രൂപത്തിലും വ്യക്തിപരമായും എല്ലാം ജീവിതത്തിൽ സഹായിച്ച നേതാവായിരുന്നു വി.എസ്. ആലപ്പുഴയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നയിക്കുന്ന നേതാക്കൾക്കെല്ലാം ഇതുപോലെ പറയാൻ ഒട്ടേറെ ഓർമ്മകളുണ്ട്. അവരുടെ വിദ്യാർത്ഥി രാഷ്ട്രീയ ജീവിതകാലം മുതൽ അവരുടെ വിവാഹവും വ്യക്തിപരമായ ജീവിതത്തിലടക്കം വി.എസ്. അച്യുതാനന്ദൻ എന്ന് പറയുന്ന നേതാവ് എങ്ങനെയെല്ലാമാണ് അവരെയൊക്കെ സ്വാധീനിച്ചത്, അവരെല്ലാം എങ്ങനെയാണ് പ്രചോദിതരാക്കിയത്, അവരെല്ലാം എങ്ങനെയാണ് പൂർണ്ണസമയ പാർട്ടി പ്രവർത്തകരാക്കി മാറ്റിയത് എന്നതിന്റെ ഓർമ്മകൾ കൂടിയാണ് ആലപ്പുഴ ജില്ലാ സെക്രട്ടറിയായ R. നാസർ നമ്മളോട് പങ്കിട്ടത്. ഇപ്പോഴും ആളുകളൊക്കെ കോരിച്ചൊഴിയുന്ന മഴയാണ്, രാവിലെ മുതൽ തന്നെ മഴയാണ്. അവിടെ ഇപ്പോഴും ആളുകളൊക്കെ വി.എസിനെ അവസാന നിമിഷം കാണാൻ വേണ്ടി വീണ്ടും വീണ്ടും എത്തിക്കൊണ്ടിരിക്കുകയാണ്. കിരണും വി അരുണും ഒക്കെ സൂചിപ്പിക്കുന്നത് പോലെ നിരവധി ആളുകൾ ഇന്നും ഈ സഖാവിന്റെ വിദ്യാർത്ഥി രാഷ്ട്രീയ ജീവിതകാലം മുതൽ
വി എസ് അച്യുതാനന്ദൻ എന്ന നേതാവ് ആലപ്പുഴയുടെയും കേരളത്തിന്റെയും ഇന്ത്യയുടെയും ഒക്കെ പ്രധാനപ്പെട്ട CPM-ന്റെ നേതാവാണ്. താങ്കൾ ചെറുപ്പകാലം മുതൽ തന്നെ വി എസിനെ നേരിട്ട് അടുത്തറിയാവുന്ന ഒരു നേതാവ് എന്ന നിലയിൽ കൂടി എങ്ങനെയാണ് വി എസിനെ എന്ന ഒരു നേതാവിനെ കാണുന്നത്? ഞാൻ ആദ്യമായിട്ട് വി എസിനെ കാണുന്നതും കേൾക്കുന്നതും 1979 KSYF-ന്റെ ആലപ്പുഴ ജില്ലാ സമ്മേളനം കാവാലത്ത് വെച്ച് നടക്കുകയുണ്ടായി. അന്ന് വി എസ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറും കർഷക തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ പ്രമുഖനായ നേതാവുമാണ്. കാവാലത്തെ NSS ഹൈസ്കൂളിൽ തയ്യാറാക്കിയ പന്തലായിരുന്നു ആ സമ്മേളനം. ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത വി എസ് ആയിരുന്നു. വി എസ് ഇന്നത്തേതിനേക്കാൾ കുറച്ച് നല്ല തടിയും ഗാംഭീര്യവും ഒക്കെയുള്ള അന്നാണ് അദ്ദേഹത്തെ ആദ്യമായിട്ട് നേരിട്ട് കാണുന്നത്. അതിനു മുമ്പ് പത്രങ്ങളിൽ ചിത്രങ്ങളിലൊക്കെ കണ്ടിട്ടുള്ളതല്ലാതെ നേരിട്ട് കണ്ടിരുന്നില്ല. എനിക്ക് അദ്ദേഹത്തിന്റെ ആ പ്രസംഗത്തിന്റെ ശൈലിയാണ് എന്നെ ആദ്യം സ്വാധീനിച്ചത്. അതിനകത്തെ ഉള്ളടക്കത്തേക്കാൾ ആ ശൈലി ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണല്ലോ. ആ ശൈലി തുടക്കം മുതൽ വി എസ് ശൈലി തന്നെയാണ്. ഞാൻ കേൾക്കുമ്പോഴുണ്ട്. 1979 KSYF-ന്റെ കേരള ഇന്നത്തെ ഡിവൈഎഫ്ഐയുടെ ആദ്യ രൂപം. അപ്പം ഞാനന്ന് അവിടെ അരൂരെ ഒരു യൂണിറ്റ് സെക്രട്ടറിയും അവിടുത്തെ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ഭാരവാഹിയാണ്. കോളേജിൽ പഠിക്കുന്ന സമയമാണ്. അപ്പോൾ ആ സമ്മേളനത്തിൽ പ്രതിനിധിയായിട്ട് ആദ്യമായിട്ട് ജില്ലാടിസ്ഥാനത്തിലുള്ള ഒരു സമ്മേളന പ്രതിനിധിയായിട്ട് ആ സമ്മേളനത്തിലാണ് ഞാൻ പങ്കെടുക്കുന്നത്. ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത വി എസ് ആണ്. അദ്ദേഹത്തിന്റെ 1.5 മണിക്കൂറോളം നീണ്ടുനിന്ന ആ പ്രസംഗം, ഞാൻ പറഞ്ഞല്ലോ, ആ പ്രസംഗത്തിന്റെ ശൈലിയാണ് എന്നെ ആകർഷിച്ചത്. അതിനുശേഷം പിന്നെ യുവജന പ്രസ്ഥാനത്തിന്റെയും വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെയും ഒക്കെ പ്രവർത്തനത്തിന്റെ ഭാഗമായി സമരമുഖങ്ങളിലും അതുപോലെ പ്രക്ഷോഭ പ്രചരണ പ്രവർത്തനങ്ങളിലുമെല്ലാം ആലപ്പുഴ ജില്ലയിൽ നിന്നുള്ള ഏറ്റവും സമുന്നതനായ നേതാവ് എന്ന നിലയിൽ പല ഘട്ടങ്ങളിലും അദ്ദേഹത്തോടൊപ്പം ഒരുമിച്ച് പ്രവർത്തിക്കാനും അദ്ദേഹത്തിന്റെ മാർഗനിർദ്ദേശത്തിന് കീഴിൽ പ്രവർത്തിക്കാനും എനിക്ക് അവസരം ഉണ്ടായിട്ടുണ്ട്. 1994 കൂത്തുപറമ്പ് വെടിവെപ്പ് ഉണ്ടാകുന്നത്. അന്ന് വി എസ് പ്രതിപക്ഷ നേതാവ് LDF കൺവീനറാണ്. ഞാൻ ഡിവൈഎഫ്ഐയുടെ ജില്ലാ സെക്രട്ടറിയാണ്. ഞാനിവിടെ ഓഫീസിൽ ഇരിക്കുമ്പോഴാണ് ഈ വെടിവെപ്പ് ഉണ്ടാകുന്നതും അതിനെ തുടർന്ന് വെടിവെപ്പിൽ 4-5 സഹാക്കൾ മരിച്ചു എന്നുള്ളത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ഹാർട്ട് ബ്രേക്കിംഗ് ആയിരുന്നു. കാരണം ഞാനതിൻ്റെ തലേ ദിവസം കണ്ണൂർ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ പങ്കെടുത്ത് അവിടെ എന്നോടൊപ്പം ചായ കുടിക്കാൻ ഒരുമിച്ച് പോയി ഒരു റെസ്റ്റോറൻറ്റിൽ ഒരു ബെഞ്ചിലിരുന്ന് ചായ കുടിച്ച് പിരിഞ്ഞു വന്ന ആളായിരുന്നു രാജീവൻ, ഡിവൈഎഫ്ഐയുടെ അവിടുത്തെ ജില്ലാ വൈസ് പ്രസിഡന്റ്, ദേശാഭിമാനിയുടെ അവിടുത്തെ പ്രാദേശിക ലേഖകനുമായിരുന്നു അദ്ദേഹം വെടിയേറ്റ് മരിച്ചു എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഹൃദയഭേദകമായിട്ടുള്ള ഒരു അനുഭവമായിരുന്നു. ഞാനിങ്ങനെ വല്ലാത്തൊരു അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് DC ഓഫീസിലേക്ക് വി എസിന്റെ ഫോൺ വരുന്നത്. അന്ന് അദ്ദേഹം ഇവിടെ വീട്ടിലുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു DC കാറുണ്ടെങ്കിൽ അങ്ങോട്ട് അയക്കണമെന്ന് പറഞ്ഞു. ഞാനും കൂടി കയറി ചെന്നു. അദ്ദേഹത്തെ അവിടെ നിന്ന് വീട്ടിൽ നിന്ന് കൂട്ടി DC ഓഫീസിൽ വന്നു. അതിനുശേഷം അദ്ദേഹം കണ്ണൂരെ പാർട്ടി ഓഫീസിലും പാർട്ടി നേതാക്കന്മാരെല്ലാം ബന്ധപ്പെട്ടു, വിവരങ്ങളൊക്കെ മനസ്സിലാക്കി പാർട്ടി ലീഡർഷിപ്പുമായിട്ട് ആലോചിച്ചു. അവിടെ പോകാനും പിന്നെ അതിൻ്റെ തുടർന്നുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനും അദ്ദേഹം നിർദ്ദേശം നൽകുന്നുണ്ടായിരുന്നു. അന്ന് മൊബൈൽ ഫോണൊന്നും ഇല്ലാത്തതുകൊണ്ട് ലാൻഡ് ഫോണിലാണ് എല്ലാ ഘടകകക്ഷി നേതാക്കന്മാരെയും ഞാനാണ് അവിടെ ഇരുന്ന് ഓരോ നേതാക്കന്മാരെയും വിളിച്ചു കൊടുക്കുകയും. അപ്പോൾ ഞാനിങ്ങനെ വളരെ ശ്രദ്ധാപൂർവ്വം അദ്ദേഹത്തെ വീക്ഷിക്കുകയാണ്. ഞാനും ഒരു പ്രത്യേക മാനസികാവസ്ഥയിലാണ്. ആ രൂക്ഷമായ പ്രതിസന്ധി ഘട്ടത്തിലും വളരെ